നമ്മോടൊപ്പം നിങ്ങളെ കൂടി ഞങ്ങൾ ക്ഷണിക്കുന്നു. ഏകദേശം 1 കിലോമീറ്റർ ദൂരമുണ്ട് പാർക്കിലേക്ക്. അപ്പോൾ വഴിയോര കാഴ്ചയിൽ കൂടി കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നല്ല ഭംഗിയുള്ള റെസിഡൻഷ്യൽ ഏരിയയിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഭംഗി മാത്രമല്ല, നല്ല വൃത്തി കൂടിയുണ്ട്. നമ്മുടെ നാടുകളിലെ വീടുകൾ പോലെയല്ല, ഇവിടുത്തെ വീടുകളുടെ സ്റ്റൈലൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ വരച്ചളിക്കുന്ന വീടുകൾ പോലെ ഉണ്ട് ഇത്. രണ്ട് സൈഡിലായിട്ട് അവർ മരങ്ങൾ വെച്ചിട്ടുണ്ടോ, കറക്റ്റ് കഴിഞ്ഞായിട്ട് അതിന്റെ മോൾ ഭാഗമൊക്കെ പോയേക്കുണ്ട്. എങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് പ്രത്യേകിച്ച് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടത്. ഇവിടെ ഇപ്പോൾ വിൻ്റർ സീസൺ ആണ്. 0 ഡിഗ്രി ആണ് ഇപ്പോൾ ടെമ്പറേച്ചർ. ശരിക്കും സ്നോഫോളിൻ്റെ ടൈമാണ്, പക്ഷെ ഇതുവരെ ഇവിടെ തുടങ്ങിയിട്ടില്ല. മരങ്ങളൊക്കെ ഇപ്പോൾ ഇലപൊഴിച്ച് നിൽക്കുകയാണ്. മാർച്ചോടെ കൂടി വിൻ്റർ സീസൺ കഴിയും, പിന്നെ സ്പ്രിംഗ് സീസൺ തുടങ്ങുകയാണ്. അപ്പോഴേക്കും മരങ്ങളിലൊക്കെ ഇലകളൊക്കെ വരും. ഇത് ഇവിടുത്തെ സ്പീഡ് ചെക്കറാണ്, അതായത് ഇവിടെ വരുന്ന വാഹനങ്ങളിൽ സ്പീഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ സംഭവം. ഇവിടെ 30 കിലോമീറ്റർ ആണ് സ്പീഡ് ലിമിറ്റ്. വരുന്ന വാഹനത്തിൻ്റെ വേഗത അതിൽ കൂടിയാൽ കരയുന്ന സ്മൈലിയും, കുറവാണെങ്കിൽ ചിരിക്കുന്ന സ്മൈലിയും കാണിക്കും. പോലെ ഇവർ ചുവടുകളിലൊന്നും നോട്ടീസ് ഒട്ടിച്ചിരിക്കില്ല കേട്ടോ. നോട്ടീസ് ഒട്ടിച്ചിരിക്കാനായിട്ട് പ്രത്യേക സ്ഥലം എല്ലാ സ്ട്രീറ്റിലും ഉണ്ട്. നമുക്ക് ആവശ്യമായിട്ട് പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ സ്ഥലങ്ങളൊക്കെ നമ്മൾ നോട്ടീസ് ബോർഡിലാണ് ഒട്ടിച്ച് വയ്ക്കുക. അല്ല ജോബ് ഓഫർ ഉണ്ടെങ്കിൽ അതും, അതുപോലെ ആമസോണിൻ്റെ ഓഫേഴ്സ്, പിന്നെ എന്താണ്, പിന്നെ ഫ്രഞ്ചിലേക്ക് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലും യോഗ, അതൊക്കെ ഇതിലാണ് ഒട്ടിച്ച് വയ്ക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ വഴിയരികിലോ മതിലുകളിലോ പോസ്റ്ററോ ബാനറോ ഒന്നും തന്നെ കാണാനില്ല. ഇങ്ങനെയൊക്കെയാണ് ഇവർ ഇതിൻ്റെ ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പാർക്കിലേക്ക് പോകുന്ന വഴിയിൽ ഞങ്ങളൊരു മില്ല് കണ്ടു. 12ാം നൂറ്റാണ്ടിലെ ആളുകൾ യൂസ് ചെയ്തിരുന്നൊരു മില്ലാണിത്. ഓടയിൽ നിന്നും വെള്ളം എത്തിക്കുന്ന വീൽസാണ് ഈ കാണുന്നത്. ഏകദേശം 18ാം നൂറ്റാണ്ടിൽ സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ച് ഈ മെറ്റൽ വീൽ കറക്കുകയും അതിനോടനുബന്ധിച്ച് ഒരു വലിയ സ്ഫോടനം ഉണ്ടാവുകയും ചെയ്തു. അതോടുകൂടി ഈ മില്ല് നശിച്ചു. പിന്നീട് 1988 ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഇത് റീകൺസ്ട്രക്ട് ചെയ്തെടുത്തു. ഇതാദ്യം കണ്ടപ്പോൾ ഞങ്ങൾക്ക് എന്താണെന്ന് ക്ലിയർ ആയില്ല കേട്ടോ. സോ ഞങ്ങൾ ഇതിൻ്റെ നെയിം നോക്കി ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ആ വിവരങ്ങളാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്തത്. വിന്റർ ആയതുകൊണ്ട് ഇത്ര കളർ കുറവ്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ നല്ല കളറാണ്, മൊത്തം കളർഫുൾ ആയിരിക്കും പ്ലേസ് ഫുള്ള്. ഇവിടെ എൻ്റെ പാർക്കിന് പ്രത്യേകത വെച്ചാൽ ഇവിടെ കുറേ പേര് ജോഗിങ്ങിനൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ കുറേ സ്പോർട്സ് ആക്ടിവിറ്റി ഉണ്ട്. എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നമുക്ക് ഉള്ളിൽ പോയിട്ട് കാഴ്ച കാണാം. അതുപോലെ ആകുമ്പോഴേക്കും ഇലകളൊക്കെ പൊഴിഞ്ഞിട്ട് ആകെ മരമൊക്കെ ഇങ്ങനെ എന്താ പറയുക, മരങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെ നിൽക്കുന്നുണ്ടോ നിങ്ങൾ, ഇലകളൊക്കെ പൊഴിഞ്ഞു പോയിരിക്കും. ഇതിൻ്റെ പുറകെ ബിൽഡിങ്ങിൻ്റെ പുറകിലായിട്ടൊരു ഗാർഡൻ ഉണ്ട്. അവിടെ ജോഗ് ചെയ്യാനായിട്ടുള്ള ട്രാക്കുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതുപോലെ കുതിരസവാരി ഉണ്ട്, പിന്നെ ബാസ്കറ്റ് ബോള്, പിന്നെ ടെന്നീസ് ബോള്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നമുക്കെല്ലാം നമുക്ക് അറിയില്ല. പൂവാണെന്ന് അറിയില്ല കേട്ടോ. ഒന്ന് സൂം ചെയ്ത് നോക്കുന്നത്. പൂ മാറിയ ഇല അല്ല, ഇലയുടെ കളർ വയലറ്റ്. എനിക്കൊന്നും മനസ്സിലാവണില്ല, ഇത് കുത്തിയിടുന്നു മനസ്സിലാവില്ല. പൂവാണോ ചെടിയാണോ ഇലയാണോ ഒന്നും എനിക്കറിയില്ല. ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന പ്ലേസ്, ജോഗിങ് വരുന്ന പ്ലേസ്. ഈ പാർക്കിൻ്റെ പേര് പാർക്ക് ഹെല്ലർ എന്നാണ്. ഇത്തരം പാർക്കുകൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയല്ല, ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്. യൂറോപ്പിൽ എല്ലായിടത്തും ഇത്തരം പാർക്കുകൾ വളരെ കോമൺ ആണ്. ഇവിടെ ജോഗിങ്ങിനും വാക്കിങ്ങിനും സൈക്ലിങ്ങിനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. ഏകദേശം 9 ഹെക്ടറാണ് ഇതിൻ്റെ വലിപ്പം. അതുമാത്രമല്ല, കുട്ടികൾക്ക് കളിക്കാനുള്ള ചിൽഡ്രൻസ് ഏരിയ ഈ പാർക്കിൻ്റെ പല ഭാഗത്തായിട്ടുണ്ട്. ഫ്രീ ടൈംസിൽ പാരൻസ് അവരുടെ കുട്ടികളായിട്ട് സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ട്. ഈ ചേട്ടനെ ഞങ്ങളൊരു 3-4 വട്ടം കണ്ടുട്ടാ. ആളൊരു ചൈനക്കാരനാണെന്ന് തോന്നുന്നുണ്ട്. ഒരു 3-4 റൗണ്ടെങ്കിലും ആൾ പോയിട്ടുണ്ടാകും. ഒരു റൗണ്ട് എന്ന് പറയുന്നത് 2 കിലോമീറ്റർ ആണ്. ഈ പാർക്കിൻ്റെ മറ്റൊരു വശത്ത് ചെറുലിട്ടൊരു വഴിയുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ഞാൻ പറഞ്ഞു, വളരെ കാമൻ ക്വൈറ്റ് ആ ഒരു സ്ഥലമാണിത്. ഒരു തിരക്കോ ബിസിയോ ഒരു ഒച്ചയോ ബഹളോ ഒന്നുമില്ല. അതുകൊണ്ട് എനിക്ക് കുറേ പേര് ബുക്ക് വായിക്കാനും അതുപോലെ കവിത എഴുതാനൊക്കെ പറ്റിയ സ്ഥലമാണിത്. ഒരു സമ്മർ സീസണൊക്കെ ആണെങ്കിൽ ഇലകളൊക്കെ ഇങ്ങനെ വീടെടുക്കുന്ന നല്ല കളറാണ്. പക്ഷെ ഇപ്പോൾ ഈ വിന്റർ സീസൺ ആയ കാരണം മഴയ്ക്ക് ആയ കാരണം ആകെ നനഞ്ഞ് കുതിർന്ന് ഒരു ഭംഗിയിലാണ് കിടക്കുന്നത് കേട്ടോ. സമ്മറിൽ പറയാൻ പറ്റില്ല ഇതിൻ്റെ ബ്യൂട്ടി, അത്രയും സൂപ്പറാണ്. സ്ലേറ്റ് ആണോ തോന്നുന്നു, എനിക്കറിയാൻ പറ്റില്ല. സ്ലേറ്റ് പോലിരിക്കുന്നു. ഇവരൊരു ഐഡിയകൾ കേട്ടോ. അതുപോലെ വെച്ചിരിക്കണൊക്കെ ഡെക്കറേറ്റ് ചെയ്തേക്കണൊക്കെ വെച്ചിട്ട് നമ്മൾ എന്താ പറയുക, വെടിക്കുറ്റി പോലെയുണ്ട്. വെടിക്കുറ്റി
നടക്കാൻ പോലും പറ്റാതെ 2 വാക്കിംഗ് സ്റ്റിക്കുമായിട്ടാണ് ഈ അമ്മച്ചി നടക്കുന്നത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഹെൽത്ത് ഈസ് വെൽത്ത്. കൂടാതെ കുറേ കുതിരസവാരിക്കാരെയും കാണാട്ടെ നമുക്കിവിടെ. പഴയ കാലത്ത് ഫ്രഞ്ചുകാർ ഉപയോഗിച്ചിരുന്ന ഒരു കലപ്പയും ചക്രവും ഇവിടെ ഞങ്ങൾ കണ്ടു. ആകെ എല്ലാം തുരുമ്പിച്ചിരിക്കുകയാണ് കേട്ടോ. എത്ര നൂറ്റാണ്ട് പഴക്കമുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഈ പാർക്കിനോട് ചേർന്ന് അതിമനോഹരമായൊരു ഫുട്ബോൾ ഗ്രൗണ്ട് കൂടെ ഉണ്ട്. ഇതിലേക്ക് എൻട്രി ഫ്രീ ആണ് എല്ലാവർക്കും. ഇതാണ് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഇപ്പോൾ ഇവിടെ കളിക്കാനായിട്ട് പിള്ളേർ മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത് എപ്പോഴും ഫുള്ളായിരിക്കും. കാഴ്ചകളൊക്കെ കണ്ട് ടൈം പോയത് അറിയില്ല. അപ്പം ഞാനൊന്ന് ജോഗിങ്ങിന് പോയിട്ട് വരാം. ഇവിടെ കൊറോണ ആയതുകൊണ്ട് ജിമ്മൊന്നും ഇപ്പോൾ ഓപ്പൺ അല്ല കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിനും തണുപ്പിനെ പ്രതിരോധിക്കാനും ഇവിടെ ജോഗിങ് വളരെ അത്യാവശ്യമാണ്. ആദ്യം ഇതൊക്കെ നല്ല മടിയായിരുന്നു, പിന്നെ സ്ഥിരമായപ്പോൾ ഇതൊരു ഗുഡ് ഫീലിംഗ് ആയി തോന്നി. ചെറിയ ചെറിയ എക്സസൈസുകളും വളരെ നല്ലതായിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ജോഗിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കാനായിട്ട് പാർക്കിൽ തന്നെയുള്ള ഒരു ചെറിയ തടാകത്തിലേക്ക് ഞങ്ങൾ നടന്നു. വിൻ്ററിൽ സൂര്യനെ കാണുന്നത് വളരെ റെയറായിട്ടാണ്. ഈ അവസരത്തിൽ സൂര്യ നമസ്കാരം ചെയ്യുന്നവരും ഇവിടെ കാണാട്ടോ. ഇവിടെ പ്രാവുകളും താറാവുകളും കുളക്കോഴികളും കൊറ്റികളും ധാരാളമായിട്ടുണ്ട്. അവരൊക്കെ കണ്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. ഇടയ്ക്കിടെ ഡോഗ് വാക്കിങ്ങിന് ഇറങ്ങുന്നവരെയും കാണാം. അപ്പൊ നമ്മുടെ വ്ലോഗ് കൂടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ വേറൊരു വ്ലോഗ് വരുന്നവരെ ബൈ ബൈ.